നവംബർ 19 അവർ ലേഡി ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ്. മറിയം ദിവ്യ പ്രൊവിഡൻസിൻ്റെ അമ്മ എന്ന തലക്കെട്ട് പലപ്പോഴും കാനായിലെ വിവാഹത്തിൽ അവളുടെ ഇടപെടലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ആദ്യത്തെ പൊതു അത്ഭുതം അവൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഭാഗികമായി സംഭവിച്ചു. നവദമ്പതികൾക്ക് ഒരു ലജ്ജാകരമായ സാഹചര്യം ഒഴിവാക്കാൻ അവൾ തൻ്റെ ദീർഘവീക്ഷണത്തിലൂടെയും ഉത്കണ്ഠയിലൂടെയും സഹായിച്ചു. അവർ ലേഡി ഓഫ് പ്രൊവിഡൻസ് ചിലപ്പോൾ വീടിൻ്റെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നു. അവർ ലേഡി ഓഫ് ഡിവൈൻ പ്രൊവിഡൻസിനോടുള്ള ഭക്തി ഇറ്റലിയിൽ നിന്ന് ആരംഭിച്ച് ഫ്രാൻസിലേക്കും സ്പെയിനിലേക്കും വ്യാപിച്ചു. 1850കളുടെ തുടക്കത്തിൽ സെർവിറ്റ് ഫാദർമാരാണ് ഈ ഭക്തി പ്യൂർട്ടോ റിക്കോയിലേക്ക് കൊണ്ടുവന്നത്. പാരമ്പര്യമനുസരിച്ച് ഫിലിപ്പ് ബെൻസി തൻ്റെ സന്യാസിമാർക്ക് ഭക്ഷണം നൽകുന്നതിന് സഹായത്തിനായി മേരിയോട് പ്രാർത്ഥിച്ചു. തുടർന്ന് മഠത്തിൻ്റെ വാതിക്കലിൽ അവശേഷിച്ച നിരവധി കൊട്ട വിഭവങ്ങൾ കണ്ടെത്തി. 1969 നവംബർ 19 പോൾ ആറാമൻ മാർപ്പാപ്പയാണ് അവർ ലേഡി ഓഫ് പ്രൊവിഡൻസ് പ്യൂർട്ടോ റിക്കോയുടെ രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചത്. പല കുടിയേറ്റക്കാരായ പ്യൂർട്ടോറിക്കൽ സമൂഹങ്ങളിലും അവളുടെ തിരുനാൾ ആഘോഷിക്കുന്നു. 1580 ഇറ്റാലിയൻ ചിത്രകാരൻ സിപ്പിയോൺ പൾസോൺ മെറ്റർ ഡിവൈനെ പ്രൊവിഡൻഷ്യെ എന്ന പേരിൽ ഒരു കൃതി സൃഷ്ടിച്ചു. അതിൽ വാഴ്ത്തപ്പെട്ട അമ്മ ശിശുവായി യേശുവിനെ തൊഴുതു നിൽക്കുന്നതായി ചിത്രീകരിച്ചു. 1611 സാൻ കാർലോ ഐ കാറ്റിനറി ദേവാലയത്തിൽ റോമിലെ സെയിൻറ്റ് പോൾ റെഗുലർ ഓഫ് ക്ലെറിക്സ് കോൺഗ്രിഗേഷൻ്റെ ആദ്യ ഭവനത്തിൽ 1611 ഒരു വൈദികൻ സഹായത്തിനായി പ്രാർത്ഥിക്കുന്നതിനായി ലൊറേറ്റോയിലേക്ക് പോയപ്പോൾ ദൈവിക കരുതലിൻ്റെ മാതാവായ മേരിയോടുള്ള ഭക്തി ആരംഭിച്ചു. ചർച്ച് ഓഫ് സാൻ കാർലോ പൂർത്തിയാകുന്നതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിൽ അദ്ദേഹം മടങ്ങിയെത്തിയപ്പോൾ അവർക്ക് ആവശ്യമായ സഹായം ലഭിക്കുകയും ബർണബറ്റുകൾ അവർ ലേഡി ഓഫ് പ്രൊവിഡൻസിനോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പുൽസോണിൻ്റെ പെയിൻറ്റിംഗ് 1663 ബർണബറ്റുകൾക്ക് നൽകി. പ്രധാന അൾത്താരയ്ക്ക് പിന്നിലെ സെയിൻറ്റ് ചാൾസ് റെക്ടറിയുടെ 1-ാം നിലയിലെ ഒരു ചാപ്പലിൻ്റെ അൾത്താരയിലാണിത് സ്ഥാപിച്ചത്. 1732 പെയിൻറ്റിങ്ങിൻ്റെ ഒരു പകർപ്പ് റോമിലെ സാൻ കാർലോ ഐ കാറ്റിനറി പള്ളിയുടെ പ്രധാന അൾത്താരയോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് സ്ഥാപിച്ചു. അവിടെ നിരവധി വിശ്വസ്തരായ സന്ദർശകരെ ആകർഷിച്ചു. 1774 ബെനഡിക്റ്റ് 14 മാർപ്പാപ്പ ക്രിസ്ത്യൻ ചാരിറ്റി അല്ലെങ്കിൽ ഭക്തിയുടെ പ്രത്യേക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സൃഷ്ടിച്ച ഒരു സാധാരണ സംഘടനയായ കോൺഫ്രറ്റേർണിറ്റി ഓഫ് അവർ ലേഡി ഓഫ് പ്രൊവിഡൻസിന് അംഗീകാരം നൽകി. പോപ്പ് ഗ്രിഗറി 16 1839 അതിനെ ഒരു ആർച്ച് കോൺഫ്രറ്റേർണിറ്റിയായി ഉയർത്തി. 1888 ലിയോ 13 മാർപ്പാപ്പ അത്ഭുതകരമായ സ്ത്രീയുടെ കിരീടധാരണത്തിന് ഉത്തരവിടുകയും ദൈവിക സംരക്ഷണത്തിന് മാതാവായ മേരിയുടെ കുർബാനയും ഒപ്പീസും അംഗീകരിക്കുകയും ചെയ്തു.